മനുഷ്യ ശരീരത്തെ ബാഷ്പീകരിക്കാൻ, അതായത് ദ്രവിപ്പിച്ചു കളയാൻ മാത്രം ശേഷിയുള്ള ആയുധങ്ങൾ ഇസ്രായേൽ ഗസയിൽ ഉപയോഗിച്ചുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അൽ ജസീറയുടെ റിപ്പോർട്ട് പ്രകാരം അന്താരാഷ്ട്ര തലത്തിൽ നിരോധിതമായ തെർമോബാരിക് ആയുധങ്ങളാണ് ഗസയിൽ ഇസ്രായേൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ ഫലമായി 2000-ലധികം ഗസക്കാർ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്ക്. കൊല്ലപ്പെടുക എന്ന് വെച്ചാൽ അവരുടെ ശരീരം പോലും കുടുംബാംഗങ്ങൾക്ക് ലഭിക്കാത്ത വിധം ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായി. മനുഷ്യ ശരീരങ്ങളെ നിമിഷങ്ങൾക്കുള്ളിൽ ചാരമാക്കി മാറ്റുന്ന രാസഘടനയുള്ള ആയുധങ്ങൾ പ്രയോഗിച്ച് 2 വർഷത്തിനിടെ ഏകദേശം 2842 ഫലസ്തീനികളെയാണ് ഇസ്രായേൽ ഗസയിൽ കൊന്നൊടുക്കിയത്. തെർമോബാരിക് ആയുധങ്ങൾ കൊല്ലുക മാത്രമല്ല, ശരീരം ദ്രവിപ്പിച്ചു കളയുക കൂടി ചെയ്യുമെന്നാണ് റഷ്യൻ സൈനിക വിദഗ്ധനായ വാസിലി ഫാറ്റുഗറോ വിശദീകരിക്കുന്നത്. പരമ്പരാഗത സ്ഫോടക വസ്തുക്കളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ആയുധങ്ങൾ വലിയൊരു തീഗോളമാണ് പുറപ്പെടുവിക്കുക. അതിന്റെ അതിതീവ്ര ചൂടും പ്രഷറും ശരീരത്തെ ദഹിപ്പിച്ചു കളയുമെന്നും അദ്ദേഹം പറയുന്നു. ഏകദേശം 2500 മുതൽ 3000 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടായിരിക്കും ഈ ആയുധങ്ങൾ പുറപ്പെടുവിക്കുക. ദ റെസ്റ്റ് ഓഫ് ദി സ്റ്റോറി എന്ന അൽ ജസീറയുടെ അന്വേഷണാത്മക റിപ്പോർട്ടായാണ് ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുകൊണ്ടുവന്നത്. 2842 പേരെ ഈ ആയുധം ഉപയോഗിച്ച് ഇസ്രായേൽ കൊന്നു എന്നത് ഏകദേശ കണക്കല്ല, മറിച്ച് ഗസയിലെ സിവിൽ ഡിഫൻസ് അംഗങ്ങൾ നടത്തിയ ഫോറൻസിക് പരിശോധനയുടെ ഫലമായി കണ്ടെത്തിയതെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്.